അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കടയിലുള്ള 10 ഐറ്റം കടല വെച്ചിട്ടുള്ള പുട്ടുപൊടി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ആണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനൊരു 10-10:30 കടയിൽ വന്നത്. ആ സമയത്ത് ഇത് 1 മണിക്കൂർ മുമ്പ് ഞാൻ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അരി. ഇനി അത് നല്ലപോലെ കഴുകി വാരാൻ വെക്കണം കേട്ടോ. ഇനി അതിലേക്കുള്ള കടല നമുക്കൊന്ന് എടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ചേർത്ത കടല വെള്ളക്കടലയാണ് കേട്ടോ. കടല എത്ര നമ്മൾ ചേർക്കുകയാണെങ്കിലും അതിൻ്റെ ഫ്ലേവർ നല്ല പോലെ ഉണ്ടാവും. അതിനൊരു രുചിയും നല്ല കടലിൻ്റെ ഒക്കെ ഒരു രുചി നല്ല പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചേർക്കുന്നത് പച്ചപ്പട്ടാണി കടല കേട്ടോ. നമ്മൾ ഈ കടലൊക്കെ ഒക്കെ എടുത്തതിന് ശേഷം കുറച്ച് കടലകൾ നമ്മൾ ഇതിലിട്ട് വെക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ഒന്ന് കുതിരാൻ വേണ്ടി വെള്ളം ഒഴിച്ച് വെക്കും കേട്ടോ. ഒരു അരമണിക്കൂർ ഇതൊന്ന് കുതിർന്ന് കിട്ടണം. എന്നിട്ട് നമുക്കിത് ആവി കയറ്റി പിന്നെ സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ ചെറുപയർ, അടുത്തത് നമ്മൾ ചെറുപയർ ഇട്ടു. ഇപ്പം അത് പിന്നെ പൊട്ടുകടല, പരിപ്പ്, മുതിര, പിന്നെ നമ്മളെ വറവ് കടല, ആ കടലകളൊന്നും അതിൽ നമ്മൾ ഇടുന്നില്ല. മുതിരയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ കുതിരാൻ വേണ്ടി ഇടാം കേട്ടോ. പിന്നെ പരിപ്പും പൊട്ടുകടലയും കടലയും നമ്മളിതിൻ്റെ കൂടെ ഇടലില്ല കേട്ടോ. അത് നമ്മൾ പിന്നെ ചെറുതായിട്ട് വേറെ ആവി കയറ്റി എടുക്കുക ചെയ്യണം. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടോ നല്ല ആവി പോകണുണ്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ആവിയിൽ വേവിച്ചെടുത്തു കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്കുള്ള അരി വേവിച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ ആവിക്ക് തന്നെ നമ്മൾ വേവിച്ചെടുക്കുക ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ കുറച്ചൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഗ്യാസുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള മെഷീൻ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ ആ മെഷീൻ എത്തും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അരി കഴുകണ മെഷീന്, അങ്ങനെ എല്ലാ മെഷീനും നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വേവിച്ചെടുത്ത അരിയാണ്, പക്ഷെ ഇതിങ്ങനെ കട്ടയായിട്ടാണ് കാരണം. അപ്പോൾ നമ്മളെ അടുത്തുള്ള മില്ലുകളിലൊന്നും കൊണ്ടുപോയി കൊടുത്താൽ അവരിതിങ്ങനെ പൊടിച്ച് തരൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ചെറിയ മെഷീൻ വാങ്ങി അതിൽ പൊടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ചെറിയ ബിസിനസ് ചെയ്യേണ്ടവർക്ക് മെഷീൻ ഇങ്ങനത്തെ ചെറുത് വാങ്ങാൻ കിട്ടുമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതേപോലത്തെ ഒരു ചെറിയ മെഷീൻ വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ വേറെ വലിയ മെഷീനുകളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇത് പൊടിക്കാൻ, കടലയൊക്കെ പൊടിക്കാൻ ഇതാണ് സുഖം. മറ്റേ മെഷീനിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഞാൻ അരിയൊക്കെ ഇതിൽ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി കടല പൊടിച്ചെടുക്കുകയാണ്. അരി പൊടിച്ച് കഴിഞ്ഞു. ഇത് കടല പൊടിക്കുമ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇത് മൂന്നും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മളിത് നല്ല പോലെ വറുത്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉപ്പും ചേർത്തിട്ടാണ് ഇത് വറുക്കണത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇനി ഇതിലേക്ക് കടലിൻ്റെ ഒപ്പം ചോളോനും കൂടി ചേർക്കലുണ്ട് കേട്ടോ. അപ്പോൾ ചോളോന് പൊടിച്ച് വറുത്ത് വെച്ചത് നമ്മളെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത്രയും പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടാണ് നമ്മളെ പുട്ടുപൊടി. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ജിമ്മ് കളിക്കുന്നവർക്കും വയസ്സായവർക്കും എല്ലാവർക്കും നല്ല പ്രോട്ടീനുള്ള പുട്ടുപൊടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്.
അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റും കേട്ടോ. അത് നമ്മൾ ആവിയിൽ വേവിക്കണമായതുകൊണ്ട് എണ്ണ ചേർത്തുണ്ടാക്കണതൊന്നും അല്ല. അപ്പോൾ ആവിയിലല്ലേ വേവിച്ചെടുക്കണത്. അപ്പോൾ ജിമ്മ് കളിക്കണവർക്കും പിന്നെ ചെറിയ മക്കൾക്കും എല്ലാവർക്കും നല്ല പ്രോട്ടീനുള്ളൊരു പുട്ട് തന്നെയാണ് കേട്ടോ അത്. കഴിക്കാനും നല്ല രസമുണ്ട്. കാരണം അതിൽ ആ കടലിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ടായതുകൊണ്ട് നമുക്ക് കഴിക്കാനും നല്ല രുചിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇത് കടലപ്പൊടി ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജിൽ അറിയിക്കുക കേട്ടോ. അസ്സലാമു അലൈക്കും.